ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ വാങ്ങിച്ച ഡ്രസ് ഫോമിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ ആർക്കെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവട്ടെ എന്നുള്ള രീതിക്കാണ് ചെയ്യുന്നത്. ഞാൻ വാങ്ങിച്ച സൈസ് 8 ആണ് കേട്ടോ. 8 സൈസുള്ള ഡ്രസ് ഫോമാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൽ മുകളിൽ അളവുകളൊക്കെ ഉണ്ട്, 10, 12. എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പോൾ അവർ സൈസ് ചാർട്ടാണ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള അളവുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ 34, 36 സൈസ് ചെസ്റ്റ് ഉള്ളവർക്കൊന്നും ആ സൈസുള്ള ഉടുപ്പൊക്കെ തുന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇടാൻ പറ്റില്ല. അതേസമയം നമ്മൾ 8 എടുക്കുമ്പോൾ നമുക്ക് ഈ സൈസുള്ളതും ഇടാം, വലിയ സൈസുള്ളത് ഇട്ടാലും ബാക്ക് സൈഡ് പിന്നെ വെച്ച് സെക്യൂർ ചെയ്യാനും പറ്റും. അപ്പോൾ അതൊക്കെ ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ 8 സൈസ് തന്നെ എടുത്തത്. എൻ്റെ സ്ഥലം പാലക്കാടാണ് കേട്ടോ. ഞാൻ പാലക്കാട് കുറേ ഷോപ്പിലൊക്കെ നോക്കിയതാണ്. അവർ പറഞ്ഞത് ഇവിടെ എവിടെയും ഈ ഡ്രസ് ഫോം കിട്ടില്ല എന്നുള്ളത്. ഞാൻ ഫോണിൽ ഇതിൻ്റെ ഫോട്ടോസൊക്കെ കൊണ്ടുപോയിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവിടെയും പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടല്ലോ, ആ ഡമ്മിയാണ് ഉള്ളത്. ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എറണാകുളം അല്ലെങ്കിൽ കൊച്ചിക്കൊക്കെ പോകേണ്ടി വരും. അത് നിങ്ങൾക്ക് നഷ്ടമാണെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. ഗൂഗിളിലും പാലക്കാട് എവിടെയും കാണിച്ചില്ല. പിന്നെ പോയതൊക്കെ ഡൽഹിയിലുള്ളവരുടെ നമ്പറിലേക്കൊക്കെയാണ് കേട്ടോ പോയത്. അപ്പം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഒരു 2 വർഷം മുമ്പ് ആരോ ഇട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയിൽ നിന്നും നമ്പർ എടുത്തിട്ട് ഞാനിങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരുടെ ഷോപ്പിലുണ്ട്, ഓൺലൈനായിട്ട് അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഇന്ന് അയച്ചാൽ നാളെ തന്നെ വരും എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ വ്യാഴാഴ്ച ഒരു 7 മണി ആയപ്പോഴാണ് കേട്ടോ ഇത് ബുക്ക് ചെയ്തു. ഓക്കെ, 3800 രൂപയാണ് ഇതിൻ്റെ വില പറഞ്ഞത്. 200 രൂപ ഷിപ്പിംഗ് ചാർജ് ആയിട്ടും വരും. അത് നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തിട്ട് കൊറിയർ ഓഫീസിൽ നിന്ന് എടുക്കുക. അപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് അവർക്ക് ഗൂഗിൾ പേ ചെയ്തതോ അവർ പാക്ക് ചെയ്തിട്ട് ട്രാക്കിംഗ് ഐഡിയ ഒന്നും അയച്ചില്ല കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ എനിക്ക് വെള്ളിയാഴ്ച ഒരു 9:30 മണിയായപ്പോൾ കൊറിയർ ഓഫീസിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരു പാർസൽ വന്നിട്ടുണ്ടെന്നുള്ളത്. ഞാൻ അന്ന് വൈകുന്നേരം തന്നെ പോയി വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നല്ല ഡ്രസ് ഫോമാണ്, കംപ്ലൈൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കും വാങ്ങിക്കണം എന്ന് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയിട്ട്, ഞാൻ അവരുടെ നമ്പർ ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിളിച്ച് അന്വേഷിച്ചിട്ട് വാങ്ങിച്ചാൽ മതി. ഞാൻ പറഞ്ഞു എന്നുള്ളൊരു രീതിക്ക് വാങ്ങിക്കാൻ നിൽക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അവരായിട്ട് സംസാരിച്ചിട്ട് വാങ്ങിച്ചാൽ മതി. ഇനി നമുക്കിതിൽ എന്തൊക്കെ സെറ്റിങ്സ് ആണ് ഉള്ളതെന്ന് നോക്കാം കേട്ടോ. ഇത് നമുക്ക് ഷോൾഡർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ചെറിയ തുണികളൊക്കെ ഉടുപ്പുകളൊക്കെ ഇടുമ്പോൾ നമ്മൾ ഇതേപോലെ 2 സൈഡത്തെ ഷോൾഡർ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഷോൾഡർ ഇങ്ങനെ ചെറുതാവും. എന്നിട്ട് നമുക്ക് ഏതാണ് ഉടുപ്പിടാനുള്ളത്, അല്ല ചുരിദാറാണോ അത് ഇട്ടിട്ട് നമുക്ക് പിന്നെയും ഇപ്പം ചെയ്ത പോലെ തന്നെ ആ ഷോൾഡർ ഒന്ന് റിലീസ് ചെയ്ത് വിട്ടാൽ മതി. 2 സൈഡും പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് അത് തനിയെ ആദ്യം ഉണ്ടായിരുന്ന പോലെ തന്നെ ആവും. നമുക്ക് വേണമെന്നുള്ളപ്പോൾ ഷോൾഡർ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതേപോലെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് ഈ ചവിട്ടുന്ന പോലത്തെ ഒരു ഇതുണ്ടാവും കേട്ടോ. അതിങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഈ ഡമ്മീന് മുകളിലേക്ക് ആക്കണമെങ്കിൽ ഹൈറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടുക, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക. അതേപോലെ വീലുണ്ടതിന് നമുക്ക് എവിടെ വേണമെങ്കിലും നിരക്കി കൊണ്ടുപോകാം കേട്ടോ. ഇതിൻ്റെ 2 ടൈപ്പ് ഉണ്ടായിരുന്നു. അവർ ഫോട്ടോ അയച്ചപ്പോൾ താഴ്ഭാഗം ഈ പ്ലേറ്റ് ഉള്ള പോലത്തെ, നമുക്കത് നിരക്കാനൊന്നും പറ്റില്ല, എടുത്ത് കൊണ്ടുപോയി വെക്കാനേ പറ്റുള്ളൂ. വീലാവുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഇങ്ങനെ നിരക്കി കൊണ്ടുപോകാമല്ലോ. അപ്പോൾ ഇതായിരുന്നു ഒന്നും കൂടി ബെറ്റർ ഓപ്ഷനായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഫ്രോക്കോ ബ്ലൗസൊക്കെ ഇത് ഡ്രസ് ഫോമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫുള്ളും ഇത് റൗണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഡ്രസ് ഫോമിനെ മാത്രം ആ പൈപ്പിൽ നിന്നും ഇതേപോലെ ഫുൾ വ്യൂ നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റും. ഈ ഡ്രസ് ഫോമിൽ തന്നെ സ്ലീവ് ഉള്ളതുണ്ട് കേട്ടോ, ഫുള്ളായിട്ട് കൈ വരുന്ന പോലത്തെയൊക്കെ ഉണ്ട്. അപ്പം നമുക്കത് അത്ര ആവശ്യം വരില്ല തോന്നുന്നു. ഇങ്ങനെ ഡ്രസ്സ് ഇടുമ്പോൾ തന്നെ അതൊരു ഭംഗിയാണ്. ഓക്കെ, ഇപ്പോൾ വെസ്റ്റേൺ ടൈപ്പൊക്കെ ചെയ്യുമ്പോഴായിരിക്കും അങ്ങനത്തെ കൈയുള്ള ഡ്രസ് ഫോമൊക്കെ യൂസ് ആവുക. പിന്നെ ഇതല്ലാതെ തന്നെ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഡമ്മി അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ബാക്ക് സൈഡ് ഇങ്ങനെ പിന്നെ വെച്ചിട്ട് ഒരു ഷേപ്പ് കിട്ടാനായിട്ട് ക്ലിപ്പോ പിന്നോ വെച്ചിട്ട് ടൈറ്റ് പിടിച്ചാലേ അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. ഇതിലാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കിൽ സിബോ ഹുക്കോ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളിടുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാവുക ആ ഒരു ലുക്ക് കിട്ടും ഈ ഡമ്മിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.